നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ ചില സിനിമകൾ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദനയും അസ്വസ്ഥതയും ഒപ്പം മനസ്സിൽ ആഴത്തിലുള്ള ഒരു മുറിവും ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇൻസെൻറ്റീസ്. ആൻസന്തി എന്നാണ് യഥാർത്ഥ ഉച്ചാരണം എന്ന് പറയുന്നുണ്ട്. എനിവേ നമുക്ക് ഇൻസെൻറ്റീസ് എന്ന് പറഞ്ഞു പോകാം. ഒരമ്മയുടെ വളരെ ചെറുതെന്ന് തോന്നിക്കുന്ന മരണാനന്തരാഗ്രഹം. പക്ഷെ അതിനു പിന്നിൽ മറങ്ങിക്കിടന്നിരുന്നത് യുദ്ധം നിറഞ്ഞ ഒരു ദേശത്തിൻ്റെ ഇരുണ്ട ചരിത്രം. ഒരമ്മയ്ക്ക് സഹിക്കേണ്ടി വന്ന മാനസിക, ശാരീരിക, ലൈംഗിക പീഡനങ്ങൾ, കുറ്റവാളിയാകാൻ നിർബന്ധിതമാക്കപ്പെട്ട മനുഷ്യരുടെ കഥ, ഒടുവിൽ അതേ അമ്മയുടെ മക്കൾക്കായുള്ള ഒരു യാത്ര, സത്യങ്ങൾ അറിയുന്നതിനുള്ള ദീർഘമായ യാത്ര. ഈ വീഡിയോയിൽ അതിശക്തമായ ഒരു കഥയുടെ ഓരോ ഘട്ടങ്ങളും കഴിയുന്ന രീതിയിൽ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു തീവ്രവാദ ക്യാമ്പെന്ന് തോന്നിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് കൊച്ചു കുട്ടികളെ കാണാം. അവരുടെ മുഖങ്ങളിൽ തന്നെ ദൈന്യത വ്യക്തമാണ്. അവരുടെ തല മുട്ടയടിക്കുന്ന ആളുകൾ. അതിൽ ഒരു കുട്ടിയുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ 3 ഡോട്ട്സ് പച്ച കുത്തിയിരിക്കുന്നതായി കാണാം. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു കാര്യം അഥവാ ചിത്രത്തിൻ്റെ ആത്മാവ് തന്നെ ഈ 3 ഡോട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും മനസ്സിൽ വച്ചേക്കുക. അവിടെ നിന്നും ഇപ്പോൾ കാണുന്നത് ഒരു അഡ്വക്കേറ്റിൻ്റെ ഓഫീസാണ്. ഇതാണ് അഡ്വക്കേറ്റ് ഷോൺ. പുള്ളി കുറച്ചധികം ചിന്താകുലനാണ്. കുറച്ച് ഫയലുകൾക്കിടയിൽ നിന്നും നവൽ മർവാൻ എന്ന ഫയൽ അദ്ദേഹം എടുക്കുന്നു. അത് തുറന്നപ്പോൾ അതിനുള്ളിൽ സീൽ ചെയ്ത ഒരു എൻവലപ്പ് നമുക്ക് കാണാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു പയ്യനും പെൺകുട്ടിയും വന്നിട്ടുണ്ട്. അവർക്ക് മുന്നിൽ വച്ച് നവൽ മർവാൻ്റെ ആ ഫയൽ അദ്ദേഹം തുറക്കുകയാണ്. ഈ നവൽ മർവാൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഷോണിൻ്റെ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ മരിച്ചു പോയിരിക്കുന്നു. അവരുടെ മക്കളാണ് ഈ പയ്യനും പെൺകുട്ടിയും. ഇവർ ഇരട്ടക്കുട്ടികളാണ്. അഡ്വക്കേറ്റ് ഷോൺ അവരുടെ മുന്നിൽ വച്ച് ആ സീൽ ചെയ്ത എൻവലപ്പ് തുറക്കുന്നു. ശേഷം അതിനുള്ളിൽ വച്ചിരുന്ന വിൽപത്രം വായിക്കാൻ ആരംഭിച്ചു. മക്കളായ സിമോൺ മർവാനും ജെൻ മർവാനും വേണ്ടി നവാൽ മർവാൻ്റെ വിൽപത്രം. എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഷോൺ ലെബലാണ് ഈ വിൽപത്രം എക്സിക്യൂട്ട് ചെയ്യാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ സ്വത്തുക്കളെല്ലാം ഇരട്ടക്കുട്ടികളായ ജെന്നിനും സിമോണിനും തുല്യമായി വീതിക്കുന്നു. ബാങ്കിലെ പണം പകുതിയായി വീതിക്കണം. വസ്തുവകകൾ അവരുടെ സൗകര്യം പോലെ. പിന്നെ എൻ്റെ ശവമടക്ക് അഡ്വക്കേറ്റ് ഷോൺ ലെബൽ അറിയുവാൻ. എന്നെ പെട്ടിയിൽ അടക്കരുത്. പ്രാർത്ഥനകൾ പാടില്ല. വസ്ത്രങ്ങളും പാടില്ല. ഈ ലോകം കാണാതിരിക്കാൻ എന്നെ കമിഴ്ത്തിക്കിടത്തി വേണം അടക്കാൻ. കുഴിമാടത്തിൽ സ്മാരകശിലയോ എൻ്റെ പേര് കൊത്തിയ കല്ലുകളോ വയ്ക്കരുത്. ജെൻ സിമോൺ അറിയുവാൻ. കുട്ടിക്കാലം കഴുത്തിൽ കുത്തിയിറക്കിയ ഒരു കത്തി പോലെയാണ്. അത്ര എളുപ്പത്തിൽ അത് എടുത്തു മാറ്റാനാവില്ല. ജെൻ, നിന്റെ കയ്യിൽ ഷോൺ ഒരു കത്ത് തരും. അത് നിങ്ങളുടെ അച്ഛന് കൊടുക്കാനുള്ളതാണ്. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഇത് അയാൾക്ക് കൊടുക്കണം. സിമോൺ, വക്കീൽ നിനക്കും ഒരു കത്ത് തരും. അത് നിന്റെ സഹോദരനുള്ളതാണ്. അവനെ കണ്ടുപിടിച്ച് ഇത് അവന് കൊടുക്കണം. ഇത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കത്ത് കിട്ടും. അപ്പോൾ നിശബ്ദതകൾക്ക് ഒരു അന്ത്യം വരും. കൊടുത്ത വാക്ക് പാലിക്കപ്പെടും. എന്നിട്ട് എൻ്റെ കുഴിമാടത്തിൽ കല്ല് വയ്ക്കാം. എൻ്റെ പേരതിൽ കൊത്തിവയ്ക്കാം. ഇത്രയും പറഞ്ഞ് ഷോൺ നിർത്തുന്നു. എന്നിട്ട് പറയുന്നു, ഇത് കുറച്ച് വിചിത്രമാണ് എന്നെനിക്കറിയാം. എങ്കിലും വിൽപത്രത്തിലുള്ളത് നടക്കണം. എങ്കിലേ ബാക്കി കാര്യങ്ങൾ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജെന്നും സിമോണും കുറച്ചധികം അസ്വസ്ഥരായിട്ടുണ്ടായിരുന്നു. ജെൻ ഷോണിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ പറ്റി അറിയാവുന്നതല്ലേ? അയാളെ ഞങ്ങൾ പോലും കണ്ടിട്ടില്ല. ആരാണെന്നറിയില്ല. കൂടാതെ ഞങ്ങൾക്ക് വേറെ സഹോദരങ്ങളൊന്നും തന്നെ ഇല്ല എന്നും താങ്കൾക്കറിയാം. എന്നിട്ടും ഇങ്ങനെ എഴുതാൻ താങ്കൾ എന്തിന് അമ്മയെ അനുവദിച്ചു? ജെൻ കുറച്ചധികം ഇമോഷണലായിട്ടുണ്ടായിരുന്നു. എനിക്കും ഇതെല്ലാം ഒരു പുതിയ അറിവായിരുന്നുവെന്നും നവലിനെ പോലെ ഒരാൾ എന്തായാലും ഒരിക്കലും വിൽപത്രം പോലെ പ്രധാനമായ ഒരു രേഖയിൽ നുണ എഴുതാൻ വഴിയില്ലല്ലോ എന്നും ഷോൺ ലേബൽ ചോദിക്കുന്നു. എന്നിട്ട് ജെന്നിൻ്റെ കയ്യിൽ അയാൾ ഒരു എൻവലപ്പ് കൊടുക്കുന്നു. അതിൽ നിന്നും ഒരു പാസ്പോർട്ടും ഒരു ചെറിയ കുരിശുമാലയും ജെന്നിന് കിട്ടുന്നു. പാസ്പോർട്ട് ഒരു പലസ്തീൻ പാസ്പോർട്ടായിരുന്നു. അത് അവരുടെ അമ്മയായ നവൽ മർവാൻ്റെ പാസ്പോർട്ടായിരുന്നു. പെട്ടെന്ന് സിമോൺ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അഡ്വക്കേറ്റ് ഷോൺ അവനെ തടയുന്നു. എന്നാൽ സിമോൻ പൊട്ടിത്തെറിക്കുകയാണ്. എൻ്റെ അമ്മ നിങ്ങളുടെ സെക്രട്ടറി എന്ന നിലയിൽ നന്നായി ജോലി ചെയ്തിരിക്കാം. എന്നാൽ ഒരമ്മ എന്ന നിലയിൽ അവർ പരാജയമായിരുന്നു. മരിച്ചാലും അവർ സാധാരണ ആളുകളെ പോലെ പോവുമെന്ന് കരുതി. എന്നാൽ അതും വിചിത്രമായിരിക്കുന്നു. എൻ്റെ അമ്മയെ ഞാൻ സാധാരണ രീതിയിൽ തന്നെ അടക്കും. അങ്ങനെയെങ്കിലും അവർ എല്ലാവരെയും പോലെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സിമോൻ ഇറങ്ങിപ്പോകുന്നു. സിമോണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഷോൺ ജെന്നിനോട് പറയുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഷോൺ ജെന്നിനെ സമാധാനിപ്പിക്കുന്നു. ജെൻ പുറത്തിറങ്ങി വരുമ്പോൾ സിമോൺ വണ്ടിക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നു, നമ്മുടെ കുടുംബം വീണ്ടും മാറുന്നല്ലോ.
ഒരച്ഛൻ, പിന്നെ എവിടെ നിന്നോ ഒരു സഹോദരൻ, ഇനി ഒരു നായയുടെ കൂടി കുറവുണ്ട്. അതും ഇനി നമ്മൾ പോയി കണ്ടുപിടിക്കേണ്ടി വരും. അവർക്ക് വട്ടായിരുന്നു. മരിച്ചപ്പോൾ സമാധാനം തരുമെന്ന് കരുതി, എന്നാൽ എന്നിട്ടും സമാധാനം തരുന്നില്ലല്ലോ എന്ന് ഒക്കെ പറഞ്ഞ് സിമോൺ ദേഷ്യത്തോടെ അവിടെ നിൽക്കുകയാണ്. ജെൻ കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ മാത്സ് വിഷയത്തിൽ ഒരു ഗവേഷകയാണ്. അവിടെ പ്രൊഫസർ നെവ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് ജെന്നിന് സ്ട്രൈക്ക് ആവുന്നു. അതിങ്ങനെയായിരുന്നു: ഇതുവരെ നിങ്ങൾ പഠിച്ച കണക്കുകളെല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരങ്ങളായിരുന്നു. ഇനി മുതൽ നിങ്ങൾ പുതിയൊരു സാഹസത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ ഉത്തരം തേടി നിങ്ങൾ വേറെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ പോയി നിൽക്കും. ജെൻ തൻ്റെ പ്രൊഫസറിനോട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ നീ സത്യം തേടി ഇറങ്ങണമെന്ന് നെവ് പറയുന്നു. എൻ്റെ അച്ഛൻ ദാരേഷിൽ വച്ച് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് എൻ്റെ അറിവ്. അമ്മ ഫ്യൂവാദിൽ ദേർ ഓം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ദാരേഷ് യൂണിവേഴ്സിറ്റിയിൽ ഫ്രഞ്ച് പഠിച്ചു. അങ്ങനെയെങ്കിൽ നിന്റെ അന്വേഷണം തുടങ്ങി വയ്ക്കാൻ ഞാനൊരു വിവരം തരാം. സയ്യിദ് ഹൈദർ ദാരേഷ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് നെവ് പറയുന്നു. അവൻ നിന്നെ സഹായിക്കും. ജെൻ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുന്നു. അതിനിടയിൽ അവരുടെ അമ്മയുടെ ഒരു പഴയ ഫോട്ടോ അവൾക്ക് കിട്ടുന്നു. അത് സിമോണിൻ്റെ മുറിയിലെ ടേബിളിൽ വെച്ച് അവർ പോയിരിക്കുകയാണ്. ജെൻ ഒരു സ്വിമ്മിംഗ് പൂളിനടുത്ത് എത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. ഈ സ്വിമ്മിംഗ് പൂളും പരിസരവും ഒന്ന് നോക്കി വച്ചേക്കണം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കണ്ട ആ 3 ഡോട്ട്സും ഈ സ്വിമ്മിംഗ് പൂളും മറക്കരുത് കേട്ടോ. ജെന്നും നവൽ മർവാനും ഈ സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ജെൻ തൻ്റെ അമ്മ വല്ലാത്തൊരു രീതിയിൽ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. എന്തോ കണ്ട് ഭയന്നെന്നോണം ഒരു സ്വബോധമില്ലാതെ ഇരിക്കുന്നു. ജെൻ അമ്മയെന്ന് ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ആശുപത്രിയിലാകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിത്രത്തിൻ്റെ അടുത്തൊരു ഘട്ടമാണ്. അതായത് നവൽ മർവാന്റെ ജീവിതം. ഫലസ്തീനിലെ ഒരു ഗ്രാമം. അവിടെ ഒരു പെൺകുട്ടി ഓടി വന്ന് തൻ്റെ കാമുകനെ കെട്ടിപ്പിടിക്കുകയാണ്. അതാണ് നമ്മുടെ നവൽ മർവാൻ. അവർ രണ്ടുപേരും ഒളിച്ചോടാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ വഴിയിൽ വെച്ച് നവാലിൻ്റെ സഹോദരങ്ങൾ അവരെ കണ്ടെത്തുകയും നവാലിൻ്റെ കാമുകനെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. നവൽ മർവാൻ ഒരു യാഥാസ്ഥിക ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയും അവരുടെ കാമുകൻ ഒരു മുസ്ലിം യുവാവായ വഹാബുമായിരുന്നു. പ്രദേശത്താണെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് പോരടിക്കുന്ന സമയവും. അതിനിടയിൽ അവളുടെ ഒരു സഹോദരൻ അവൻ്റെ തോക്കെടുത്ത് നവാൽ മർവാന് നേരെയും ചൂണ്ടുന്നു. നീ നമ്മുടെ കുടുംബത്തിൻ്റെ പേര് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവരുടെ അമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. വീട്ടിലെത്തിയ നവാൽ മർവാനെ അവളുടെ അമ്മ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നീ ഞങ്ങളെ നാണം കെടുത്തിയെന്നും കുടുംബത്തിൻ്റെ പേര് കളഞ്ഞു കുളിച്ചു എന്നൊക്കെ പറഞ്ഞ് രൂക്ഷമായി ശകാരിക്കുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ ഗർഭിണിയാണെന്ന്. അതോടെ അവളുടെ അമ്മ വല്ലാതെ തകർന്നു പോവുകയാണ്. എന്നും ദുരിതങ്ങൾ മാത്രമാണല്ലോ കർത്താവേ എന്നൊക്കെ പുലമ്പിക്കൊണ്ടവർ അവിടെ ഇരിക്കുന്നു. പിന്നങ്ങോട്ട് നവാൽ ഒരു വീട്ടുതടങ്കലിൽ എന്ന പോലെയായിരുന്നു. അവൾക്കിനി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ലല്ലോ. കല്യാണം കഴിയാതെ ഗർഭിണിയായാൽ സമൂഹം ക്രൂരമായ ശിക്ഷയാവും അവൾക്കും കുടുംബത്തിനും നൽകുന്നത്. റൂമിൽ വച്ച് അവളുടെ അമ്മ അവളോട് പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നിനക്കിവിടെ ഒന്നും തന്നെ ബാക്കിയില്ല. പ്രസവം കഴിഞ്ഞാൽ നീ ഇവിടം വിട്ടു പോകണം. നീ പട്ടണത്തിലുള്ള ഷാർവൽ അമ്മാവിൻ്റെ കൂടെ താമസിക്കണം. എന്നിട്ട് പഠിക്കണം. വായിച്ചും ചിന്തിച്ചും പഠിച്ചാൽ മാത്രമേ നിനക്ക് ഈ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. നവാൽ മർവാൻ പ്രസവിച്ചു. അതൊരു ആൺകുഞ്ഞായിരുന്നു. ചോരത്തുടിപ്പ് മാറുന്നതിന് മുമ്പേ അവളുടെ അമ്മ ആ കുഞ്ഞിനെ അവളുടെ അടുത്തു നിന്നെടുത്ത് തുടച്ച് വൃത്തിയാക്കി പിള്ളത്തുണിയിൽ പൊതിഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാലിൽ ഉപ്പൂറ്റിയിൽ 3 കുത്തുകൾ പച്ചകുത്തി. എന്നിട്ട് അവസാനമായി അവൾ ആ കുഞ്ഞിനെ നവാലിനെ കാണിക്കുന്നു. ഒരു ദിവസം ഞാൻ നിന്നെ കണ്ടുപിടിക്കും മുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നവാൽ പൊട്ടിക്കരയുകയാണ്. ആ രാത്രിയിൽ ആ കുഞ്ഞിനെ നവാലിൻ്റെ അമ്മ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതായത് ഇനി എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ കണ്ടെത്തുകയാണെങ്കിൽ അതിനുള്ള അടയാളമാണ് ആ ഉപ്പൂറ്റിയിലെ 3 കുത്തുകൾ. അടുത്ത ദിവസം തന്നെ നവാൽ മർവാൻ ആ ഗ്രാമത്തിൽ നിന്നും യാത്രയാകുന്നു. ഒരിക്കൽ നിന്നെ ഞാൻ കണ്ടെത്തും മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ദാരേഷ് പട്ടണമാണ് കാണുന്നത്. പ്രസന്റ് ഡേയിൽ ജെൻ മർവാൻ ദാരേഷിൽ എത്തിയിരിക്കുകയാണ്. അവിടെ പ്രൊഫസർ നിവ് പറഞ്ഞതനുസരിച്ച് സയ്യിദ് ഹൈദറിനെ അവൾ കണ്ടെത്തി. എന്നാൽ സയ്യിദ് പറയുന്നത് ആ സമയങ്ങളിൽ അദ്ദേഹം പാരീസിൽ ഗണിതാധ്യാപകനായി വർക്ക് ചെയ്യുകയായിരുന്നു എന്നാണ്. അവൾ പ്രൊഫസർ നിവിനെ ശപിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്നിട്ട് ദാരേഷ് യൂണിവേഴ്സിറ്റിയിലെ ഇൻഫർമേഷൻ കൗണ്ടറിൽ നവാൽ മർവാന്റെ ഫോട്ടോ കാണിച്ച് 35 വർഷം മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന ആളാണ്
ഇവരെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവിടെയുള്ള ഒരു സീനിയർ ഉദ്യോഗസ്ഥന്റെ അടുക്കൽ അവളെ വിടുന്നു. അദ്ദേഹം ആ ഫോട്ടോ നോക്കിയ ശേഷം പറയുന്നു, ഇവരെ നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ കോളേജ് മാഗസിനിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവണം. പെട്ടെന്ന് ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ചിഹ്നം അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. ഇത് കഫർ റിയാറ്റിൽ നിന്നുള്ള ഫോട്ടോയാണ്. ജെന്നിന് ഒന്നും മനസ്സിലായില്ല. നിനക്ക് കഫർ റിയാറ്റിനെ പറ്റി അറിയില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ജെൻ ഉത്തരം പറയുന്നു. അത് തെക്ക് ദേശത്തെ ഒരു കുപ്രസിദ്ധമായ ജയിലാണ്. നിങ്ങളുടെ അമ്മ ആ ജയിലിൽ കിടന്നിട്ടുണ്ടാവണം. തെക്ക് ദേശത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ എന്ന് അയാൾ വീണ്ടും ചോദിക്കുമ്പോൾ ജെൻ ഇല്ല എന്ന മറുപടി പറയുന്നു. ഇപ്പോൾ വീണ്ടും നവാലിൻ്റെ ദാരേഷ് യൂണിവേഴ്സിറ്റി ജീവിതത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ ഏറ്റുമുട്ടലുകൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ് അപ്പോഴത്തെ സാമൂഹികാവസ്ഥ. യൂണിവേഴ്സിറ്റി മാഗസിനിലെ പ്രവർത്തകരിൽ ഒരാളായിരുന്നു നവാൽ മർവാൻ. മതത്തിൻ്റെ പേരിൽ ചേരിതിരിഞ്ഞ് ആക്രമണങ്ങൾ നിരവധി അഭയാർത്ഥികളെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നും ഗതികെട്ട് അഭയാർത്ഥികളും ആയുധമെടുത്തിരിക്കുന്നു എന്നുമൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ് അവിടെ. പെട്ടെന്നാണ് അവിടേക്ക് ടാങ്കുകളും മറ്റുമൊക്കെ വന്ന് വലിയ ബഹളം നടക്കുന്നത്. ദേശീയവാദികൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആക്രമിച്ചിരിക്കുന്നു എന്ന വിവരമാണ് അവർക്ക് അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത്. നവാലും കസിൻസും അവളുടെ അമ്മാവൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. റേഡിയോയിൽ മുഴുവനും അതേപ്പറ്റിയുള്ള വലിയ വാർത്തകളാണ് പ്രധാനമായും വന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ. അങ്ങനെ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് തെക്ക് ദേശങ്ങളിലെ ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ ആക്രമിക്കപ്പെട്ടതായി നവാൽ മർവാൻ അറിയുന്നത്. അവൾക്ക് അവളുടെ മകനെയാണ് അപ്പോൾ ഓർമ്മ വന്നത്. എത്രയും വേഗം നമുക്ക് മലമ്പ്രദേശത്തേക്ക് പലായനം ചെയ്യണമെന്ന് അവളുടെ അമ്മാവൻ പറയുകയാണ്. അന്ന് രാത്രി അവൾ ഒളിച്ചു കടക്കാൻ തീരുമാനിക്കുന്നു. അവളുടെ കസിൻസ് തടയുന്നുണ്ട്. എങ്കിലും അവൾ അവളുടെ ഗ്രാമത്തിൽ പോയി അവിടെയുള്ള 2 അനാഥാലയങ്ങളിൽ മകനെ അന്വേഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം രാജ്യം ഏതാണ്ട് അരക്ഷിതാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. മകനെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്ത് രക്ഷപ്പെടാനാണ് അവളുടെ തീരുമാനം. ആ രാത്രി അവൾ അമ്മാവൻ്റെ വീട്ടിൽ നിന്നും ഒളിച്ചോടുന്നു. ശേഷം ഒരു വണ്ടിയിൽ തെക്ക് ദേശത്തേക്ക് യാത്രയാകുന്നു. വഴിയിൽ വെച്ച് ഒരു പട്ടാള ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തുന്നു. അതുവരെ മാത്രമേ വണ്ടി പോവുകയുള്ളൂ. അവളുടെ ID പരിശോധിച്ച് പട്ടാളക്കാർ അവളെ ചെക്ക് പോസ്റ്റ് കടത്തിവിടുന്നു. അവിടുന്ന് അവൾ നടന്നാണ് സഞ്ചരിക്കുന്നത്. വഴിനീളെ പലായനം ചെയ്യുന്ന വണ്ടികളാണ് കാഴ്ച. അങ്ങനെ നടന്നും വണ്ടികളിൽ ലിഫ്റ്റടിച്ചും അവൾ അവളുടെ ഗ്രാമത്തിലെത്തി. ശേഷം അവളുടെ കാമുകൻ വഹാബ് കൊല്ലപ്പെട്ട ഇടത്തെത്തി. കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. എന്നിട്ടൊരു അനാഥാലയത്തിലെത്തുന്നു. അവിടെ നിന്നും എല്ലാവരും പലായനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ അവൾ കണ്ടതെല്ലാം പെൺകുട്ടികളെ മാത്രമായിരുന്നു. 3 വർഷം മുമ്പ് ആൺകുട്ടികളെ ഖഫർ കൗട്ടിലേക്ക് മാറ്റിയിരുന്നുവെന്ന് അപ്പോഴാണ് അവൾ അറിയുന്നത്. എന്നാൽ ഖഫർ കൗട്ടും അതേ ദിവസം ആക്രമിക്കപ്പെട്ടിരുന്നുവെന്ന് അവൾ അറിയുന്നു. അവിടെ നിന്നവൾ മറ്റൊരു അനാഥാലയത്തിലെത്തുന്നു. എന്നാൽ അവിടമാകെ തകർക്കപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കെട്ടിടങ്ങളെല്ലാം വെടിവെച്ചും മറ്റും തകർന്നിരിക്കുന്നു. അവിടെ നിന്ന് ഒരാളോട് അനാഥാലയത്തെ പറ്റി നവാൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് തകർക്കപ്പെട്ടുവെന്നും കുട്ടികളെല്ലാം പലായനം ചെയ്തവരുടെ കൂടെ ആയിരിക്കുമെന്നും അയാൾ പറയുന്നു. മുസ്ലിങ്ങൾ ദരൈസയിലേക്കാണ് പോയിരിക്കുന്നത്. ശംസുദ്ദീനും കൂട്ടാളികളും കൂടി അഭയാർത്ഥികളുടെ കൂട്ടക്കൊലകൾക്ക് പകരം വീട്ടാൻ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. ചിലപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ ദരൈസയിൽ ഉണ്ടാകുമെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തെല്ലാം നവൽ മർവാൻ അവിടെയാകെ പരതി നടക്കുകയും സങ്കടം സഹിക്കവയ്യാതെ അവിടെ നിന്ന് പൊട്ടിക്കരയുകയും ചെയ്യുകയാണ്. അവളുടെ മകൻ കയ്യെത്താ ദൂരത്തേക്ക് പോയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളെ മാനസികമായി തളർത്തിയിരിക്കുന്നു. അവൾ ദരൈസയിലേക്ക് യാത്രയാകുന്നു. നടക്കുന്നതിനിടയിൽ ദൂരെ നിന്നും ഒരു ബസ് വരുന്നത് അവൾ കാണുന്നു. പെട്ടെന്ന് അവൾ ഒരു സൈഡിൽ മാറി നിന്ന് കുരിശുമാല ഊരി പാൻറിൻ്റെ പോക്കറ്റിൽ വയ്ക്കുന്നു. എന്നിട്ട് ഷാളെടുത്ത് തലയിലൂടെ മറയ്ക്കുന്നു. കാരണം ഇപ്പോൾ ഈ പ്രദേശമാകെ മുസ്ലിം ഭൂരിപക്ഷ മേഖല ആയിരിക്കുകയാണ്. ആ വണ്ടി അവൾ കൈ കാണിച്ച് നിർത്തുന്നു. വണ്ടിക്കുള്ളിലെല്ലാം മുസ്ലിം അഭയാർത്ഥികളായിരുന്നു. അവർ അവളെ വണ്ടിയിൽ കയറ്റി യാത്ര തുടർന്നു. അവൾ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോകുന്നു. ഉറക്കമുണരുമ്പോൾ അവൾ കാണുന്നത് ആയുധധാരികളായ കുറേ ആളുകൾ ആ വണ്ടി തടഞ്ഞു വച്ചിരിക്കുന്നതാണ്. അത് ക്രിസ്ത്യൻ തീവ്രവാദി ഗ്യാങ് ആയിരുന്നു. അവർ വണ്ടിയിലെ ഡ്രൈവറിനെ വെടിവെച്ചു കൊല്ലുന്നു. ശേഷം ആ വണ്ടിയിലെ എല്ലാവരെയും തുരുതുര വെടിവെക്കുന്നു. കുറേ പേർ മരിച്ചു വീഴുന്നു. നവൽ വണ്ടിക്കുള്ളിൽ കമിഴ്ന്നു കിടക്കുകയാണ്. ഒരമ്മയും കുഞ്ഞും നവലും മറ്റൊരു സ്ത്രീയും മാത്രമാണ് ഇപ്പോൾ ജീവനോടെയുള്ളത്. ആ അമ്മ തൻ്റെ മകളെ ഭീതിയോടെ ചേർത്ത് പിടിച്ച് കരയുകയാണ്. അവളും ഭീതിയോടെ അമ്മയുടെ നെഞ്ചിൽ പറ്റിയിരിക്കുകയാണ്. ഈ സമയം അക്രമകാരികൾ വണ്ടിക്ക് മുകളിൽ നടന്നു കയറി വണ്ടിക്കുള്ളിലേക്ക് പെട്രോൾ ഒഴിക്കുകയാണ്. നവാൽ പെട്ടെന്ന് തൻ്റെ കുരിശുമാലയെടുത്ത് കാണിച്ച് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് വിളിച്ചു പറയുന്നു. അപ്പോഴാണ് ആ അമ്മയെയും കുഞ്ഞിനെയും അവൾ കാണുന്നത്. അവളെ അക്രമകാരികളൊരാൾ വണ്ടിക്ക് പുറത്തേക്ക് പിടിച്ചുകൊണ്ടു പോകാൻ ഒരുങ്ങുമ്പോൾ ആ കുഞ്ഞിനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് തോന്നിയ നവാൽ
അതെൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ എടുത്ത് പുറത്തിറങ്ങുന്നു. ആ അമ്മ ജീവഭയത്തിൽ ആ വണ്ടിക്കുള്ളിൽ ഇരുന്ന് കരയുകയാണ്. അപ്പോഴേക്കും അക്രമികൾ തോക്കുകൊണ്ട് വെടിവെച്ച് ആ വണ്ടി കത്തിക്കുകയാണ്. പെൺകുട്ടി നവാലിന്റെ തോളിൽ കിടന്ന് കരയുകയാണ്. അപ്പോൾ അക്രമകാരികൾക്ക് ആ കുട്ടി അവരുടെ മകളല്ല എന്ന കാര്യം മനസ്സിലായി. അക്രമികൾ പെൺകുട്ടിയെ നവാലിന്റെ കയ്യിൽ നിന്നും ബലം പ്രയോഗിച്ച് വാങ്ങി ആ കുട്ടിയെ വെടിവെച്ച് കൊന്നിട്ട് നടന്നു പോകുന്നു. സത്യത്തിൽ നവാൽ ഒരു മരവിപ്പുണ്ടായതുപോലെ അവിടെ ഇരിക്കുകയാണ്. ആ സംഭവത്തോടെ അവൾക്ക് ക്രിസ്ത്യൻ ഗ്യാങ്ങിനോട് വല്ലാതെ ദേഷ്യവും പകയുമൊക്കെ തോന്നുകയാണ്. ഇപ്പോൾ വീണ്ടും പ്രസന്റ് ഡേയിൽ നമ്മുടെ ജെൻ അവളുടെ അമ്മ യാത്ര ചെയ്തു വന്ന അതേ വഴിയിലൂടെ തെക്ക് ദേശത്തേക്ക് എത്തുകയാണ്. അവളുടെ അമ്മയുടെ ഗ്രാമത്തിൽ ഇപ്പോൾ അവൾ അവളുടെ അമ്മയുടെ പഴയ വീട്ടിലെത്തി നിൽക്കുന്നു. എന്നാൽ അവിടെയൊന്നും ഇപ്പോൾ ആരുമില്ല. അവിടെ നിന്നും അവൾ അച്ഛൻ വഹാബിനെ അന്വേഷിച്ച് ഒരു വീട്ടിലെത്തുന്നു. താൻ കാനഡയിൽ നിന്നും വരികയാണെന്നും അച്ഛൻ വഹാബിനെ തേടിയാണ് വന്നതെന്നും അവൾ അവരോട് പറയുന്നു. തുടക്കത്തിൽ എല്ലാവർക്കും ജെന്നിനെ വലിയ കാര്യമായിരുന്നു. അവരെല്ലാം ചോദിച്ചറിയുകയാണ്. എന്നാൽ വഹാബ് എന്ന ആളെ പറ്റി അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ജെൻ അവളുടെ അമ്മയുടെ ഫോട്ടോ കാണിക്കുന്നു. അതോടെ എല്ലാവരുടെയും മട്ട് മാറുകയാണ്. നിന്റെ അമ്മ വഴിപിഴച്ചവളാണെന്നും നവാൽ മർവാന്റെ മകളാണ് നീയെങ്കിൽ നിന്നെ കാണാൻ ആർക്കും താല്പര്യമില്ല എന്നും പറഞ്ഞവർ ജെന്നിനെ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക്. നവാൽ മർവാൻ ആ കത്തിയമരുന്ന ബസ്സിനടുത്തായി കുറേ നേരം ഇരുന്നു. എന്നിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. അവൾ ദരേസയിലെത്തി. ആ സമയത്ത് ദരേസ ഒരു പ്രേത നഗരം പോലെ ആയിട്ടുണ്ടായിരുന്നു. ചുറ്റും തീയും പുകയും പൊളിഞ്ഞ കെട്ടിടങ്ങളും മാത്രം. ദൂരെ എവിടെ നിന്നൊക്കെയോ സ്ഫോടന ശബ്ദമൊക്കെ കേൾക്കാം. നവാൽ ഒഴുങ്ങിക്കിടന്ന ഒരു കെട്ടിടത്തുന്നിൽ കയറിയിരുന്ന് ആ രാത്രി അവിടെ ചിലവഴിച്ചു. ദരേസ ക്യാമ്പും പട്ടണവും പൂർണ്ണമായി നശിച്ചിരുന്നു. അതിനാൽ തന്നെ അവൾ ഒരു കാര്യം ഉറപ്പിച്ചു: തൻ്റെ മകൻ മരിച്ചിരിക്കുന്നു. ദേശീയവാദികളായ ക്രിസ്ത്യൻ ഗ്യാങ്ങാണ് എല്ലാത്തിനും കാരണമെന്ന് അവൾ വിശ്വസിച്ചു. അതുപോലെ ഒരു മറക്കാനാവാത്ത അനുഭവം അവൾക്കുണ്ടല്ലോ, നേരത്തെ ബസ്സിൽ വെച്ചുണ്ടായത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഗ്യാങ്ങിനെതിരെ നിൽക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ മുസ്ലിം ഗ്യാങ്ങിൻ്റെ തലവൻ ഷംസുദ്ദീൻ്റെ ഒരു മെസ്സഞ്ചറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ദേശീയവാദികൾ ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് നവാൽ പറയുന്നു. അങ്ങനെ ക്രിസ്ത്യൻ ഗ്യാങ്ങിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ നവാൽ മർവാൻ കയറിപ്പറ്റുന്നു. അയാളുടെ മകൻ്റെ ടീച്ചറായിട്ടാണ് അവൾ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത്. ആ കുട്ടിയെ ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ടീച്ചർ. നവാൽ മർവാന് ആ വീട്ടിൽ നല്ല സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. കുറേ കാലം ആ വീട്ടിൽ നിന്ന് അവരുടെ വിശ്വാസം നേടിയെടുത്ത നവാൽ മർവാൻ ആ വിശ്വാസത്തിൻ്റെ മറവിൽ ഒരു തോക്ക് ഒളിപ്പിച്ച് കടത്തി ക്രിസ്ത്യൻ ഗ്യാങ്ങിൻ്റെ തലവനെ കൊന്നുകളയുന്നു. സെക്യൂരിറ്റി ഗാർഡുമാർ നവാൽ മർവാനെ പിടിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെയാണ് നവാൽ മർവാൻ കുപ്രസിദ്ധമായ ഖഫർ റിയാറ്റിലെത്തുന്നത്. അവിടെ അവളെ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രസന്റ് ഡേയിൽ ജെൻ മർവാൻ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് ഖഫർ റിയാറ്റ് ജയിലുണ്ടായിരുന്ന ഇടത്തേക്ക് എത്തുകയാണ്. അവിടുത്തെ കെയർടേക്കറിൽ നിന്നും അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ വീട് മനസ്സിലാക്കി അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ അവൾ ഒരു സ്കൂളിലാണ് എത്തുന്നത്. സ്കൂളിൻ്റെ നോട്ടക്കാരനായ ഫാഹിം ഹർസ മുൻപ് ആ ജയിലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ അയാൾ ജെന്നിനോട് ഒന്ന് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ നവാൽ മർവാൻ തൻ്റെ അമ്മയാണെന്നും അവരെപ്പറ്റി കൂടുതൽ അറിയാൻ വന്നതാണ് എന്നും അവൾ പറഞ്ഞു. അയാൾ നവാൽ മർവാനെ പറ്റി കൂടുതൽ പറയാൻ തുടങ്ങി. ഇതാണ് പാടുന്ന പെണ്ണ്, നമ്പർ 72. വലതുപക്ഷ ക്രിസ്ത്യൻ പോരാളികളുടെ നേതാവിനെ ഇവരാണ് കൊന്നത്. അവളതിന് വലിയ വില നൽകേണ്ടി വന്നു. 15 വർഷം അവൾ നരകയാതന അനുഭവിച്ചു. അവർ അവളെ വിളിച്ചിരുന്നത് പാടുന്ന പെണ്ണ് എന്നാണ്. അവൾ എപ്പോഴും പാടിക്കൊണ്ടിരുന്നു. അവളെ തകർക്കാൻ സാധിക്കുന്നതെല്ലാം അവർ ചെയ്തു. എന്നാൽ അവൾ എപ്പോഴും അവർക്ക് നേരെ നിവർന്നു നിൽക്കുകയാണ് ചെയ്തത്. ഇതുപോലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അവൾ തകരില്ല. അതോടെ അധികാരികൾക്ക് ദേഷ്യം കൂടി. അവർ അബു താരേഖിനെ കൊണ്ടുവന്നു. അതാരാണെന്ന് ജെൻ ചോദിക്കുമ്പോൾ ഫാഹിം ഹർസ പറയുന്നു: മോളെ, ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നത് എല്ലാം അറിയാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും പറഞ്ഞോളൂ എന്ന് ജെൻ പറയുന്നു. അബു താരേഖ് ഒരു പീഡകനായിരുന്നു. അയാൾ അവരെ നിരന്തരം ബലാത്സംഗം ചെയ്തു. അവരുടെ ആത്മബലവും കോൺഫിഡൻസും തകർക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അവസാനം അവൾ ഗർഭിണിയായി. ഈ സംഭവങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ കേട്ട് ജെൻ വല്ലാതെ മരവിച്ച ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. സ്വന്തം അമ്മ അനുഭവിച്ച കാര്യങ്ങൾ കേൾക്കുന്ന ഒരു മകളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്പർ 72-നെ ഗർഭിണിയാക്കിയത് അബു താരേഖ്. ജയിലിൽ തന്നെ പ്രസവിക്കുന്നതിനായി അവർ അവളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവരെ വിട്ടയച്ചു. ഈ സീൻ മുഴുവനായും ജെന്നിൻ്റെ മുഖം മാത്രമാണ് കാണിക്കുന്നത്. നോർമൽ മുഖഭാവത്തിൽ നിന്നും ഓരോ കാര്യങ്ങൾ കേൾക്കുന്തോറും മുഖം മാറി വരുന്നതും കണ്ണുകൾ നിറയുന്നതുമെല്ലാം നമുക്ക് കാണാം. ജെൻ കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു.
നിങ്ങൾ ആ കുഞ്ഞിനെ കണ്ടിരുന്നോ എന്ന് ജെൻ ചോദിച്ചു. ഇടയ്ക്കിടെ ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾക്കിപ്പോൾ മാനസിക രോഗമാണെന്ന് കേൾക്കുന്നു. അതല്ല, ടെൽ അവീവിൽ ഒരു ഹോട്ടൽ നടത്തുകയാണെന്നും കേൾക്കുന്നു. എന്തായാലും അയാൾ മരിച്ചോ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, അവരെ എനിക്കറിയാം. അവർ ദാരേഷിലാണ് താമസം. അയാളിൽ നിന്നും അവരുടെ വിവരങ്ങൾ ജെൻ എഴുതി വാങ്ങുന്നു. ജെൻ പെട്ടെന്ന് തന്നെ സഹോദരനായ സിമോണിനെ വിളിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സിമോണിനോട് വിവരിക്കുകയാണ്. അമ്മ ജയിലിലായിരുന്നുവെന്നും ജയിലിൽ വച്ച് അമ്മ പീഡനത്തിനിരയായി എന്നും നമ്മുടെ സഹോദരൻ അങ്ങനെ ആ ജയിലിൽ വച്ച് ജനിക്കുകയായിരുന്നുവെന്നും അവൾ പറയുന്നു. ഇനിയങ്ങോട്ട് നീയും എൻ്റെ അടുക്കൽ വേണമെന്നും ജെൻ പറയുന്നു. ഇനിയങ്ങോട്ട് നമ്മൾ കാണുന്നത് പാടുന്ന പെണ്ണിൻ്റെ ജീവിതമാണ്. അതായത് നവൽ മർവാന്റെ ജയിൽ ജീവിതം. ഏകാന്ത തടവിൽ കഴിയുന്ന നവൽ മർവാൻ അത്യന്തം അസ്വസ്ഥമായാണ് അവിടെ കഴിയുന്നത്. മാനസികമായി തന്നെ തകർന്നു പോകുന്ന അവസ്ഥ. നിരന്തരമായ ചോദ്യം ചെയ്യലുകളും ഉപദ്രവങ്ങളും ഏകാന്ത തടവും നിശബ്ദതയും. ആകെ കേൾക്കുന്ന ശബ്ദം മറ്റു ജയിൽ അന്തേവാസികളെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ നിലവിളി മാത്രമാണ്. അതിൽ നിന്നെല്ലാം മനസ്സിനെ കൈവിടാതെ പിടിച്ചു നിർത്താനാണ് അവൾ നിരന്തരം പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും പ്രസന്റ് ഡേയിലെ കാനഡ കാണിക്കുന്നു. അവിടെ ആ നീന്തൽക്കുളം ഒന്നുകൂടി കാണിക്കുന്നു. ശേഷം യാത്രക്കായി ഒരുങ്ങി നിൽക്കുന്ന സിമോണിനെ കാണിക്കുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക് നവൽ മർവാന്റെ ജയിൽ ജീവിതത്തിലേക്ക്. അവളെ മുഖം ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടി സെല്ലിൽ നിന്നും എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. അപ്പോഴും അവൾ നിർത്താതെ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഇപ്പോൾ കൊണ്ടിരുത്തിയിരിക്കുന്നത് പീഡകനായ അബു താരേഖിന്റെ മുന്നിലാണ്. അവൻ അവളെ ലൈംഗികമായി ഉപദ്രവിച്ച ശേഷം പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നീ ഇനി പാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത്. നവൽ മർവാൻ കരങ്ങിക്കൊണ്ട് നിലത്ത് കിടക്കുകയാണ്. അവൾ വല്ലാതെ തകർന്നു പോയിരിക്കുന്നു. മാസങ്ങൾ കടന്നുപോയി. അവൾ ഗർഭിണിയായിരിക്കുന്നു. മാനസികമായി തകർന്നിരിക്കുന്നു. അവളിലെ പാട്ടും നിലച്ചിരിക്കുന്നു. ഒടുവിൽ ഒരു ദിവസം അവളിലെ ഗർഭം അലസിപ്പിക്കാനായി അവൾ വയറ്റിൽ ആഞ്ഞടിക്കുകയാണ്. ഒടുവിൽ അവളെ 2 കാലും 2 കൈയും ബന്ധിച്ചാണ് പിന്നെ ആ തടവറയിൽ പാർപ്പിച്ചിരുന്നത്. ഒടുവിൽ അവൾ അവിടെ പ്രസവിക്കുന്നു. അവളെ പ്രസവം എടുക്കുന്നതിന് സഹായിക്കാൻ ഒരു നേഴ്സുമുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകുന്നു. എന്നാൽ നേഴ്സ് വീണ്ടും അവളുടെ അടുക്കൽ വരുന്നു. നീ ഒന്ന് വിശ്രമിക്കൂ, എന്നിട്ട് രണ്ടാമത്തേതിനായി തയ്യാറാകൂ എന്നാണ് അവർ പറയുന്നത്. അന്ന് രാത്രി ഈ നേഴ്സും മറ്റൊരു നോട്ടക്കാരനും ചേർന്ന് ഈ കുട്ടികളെ ആറ്റിലെരിഞ്ഞു കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അതായത് നവൽ മർവാൻ പ്രസവിച്ചത് ഇരട്ട കുട്ടികളെയാണ്. എന്നാൽ ആറ്റിൻകരയിലെത്തിയ നൈസ് നോട്ടക്കാരനോട് പറയുന്നു, ഇവരെ കൊല്ലണ്ട, ഇവരെ ഞാൻ നോക്കിക്കോളാം. ഇത് പാടുന്ന പെണ്ണിൻ്റെ കുട്ടികളല്ലേ, മറ്റാരും ഇതറിയില്ല. ഇപ്പോൾ പ്രസന്റ് സിമോൺ മർവാനും അഡ്വക്കേറ്റ് ഷോണും ജെന്നിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കൂടെ മദ്ദാസ് എന്ന ഒരു സഹായിയുമുണ്ട്. സിമോണിന് എങ്ങനെയും ജെന്നിനെ കണ്ടെത്തി ഇവിടെ നിന്നും പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതറിഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഷോണും കൂടി വന്നിരിക്കുന്നത്. നിന്റെ അച്ഛനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് സിമോൺ, ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലുമില്ല. നമുക്ക് സഹോദരനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് മദ്ദാസ് കാറിലിരിക്കുകയാണ്. അങ്ങനെ സിമോൺ സഹോദരി ജെന്നിൻ്റെ അടുക്കലെത്തി. ഇതുവരെ ഒന്നിനും സഹകരിക്കാത്ത സിമോൺ അവളെ ഇനി മുതൽ സഹായിക്കാനാണ് വന്നത് എന്നാണ് അവൾ വിശ്വസിച്ചത്. അമ്മയുടെ പ്രസവമെടുത്ത നഴ്സിനെ ഇന്ന് കാണാൻ പോകണമെന്ന് ജെൻ പറയുമ്പോൾ സിമോൺ നമുക്കെല്ലാം മതിയാക്കി തിരികെ പോകാമെന്നാണ് പറയുന്നത്. എന്നാൽ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നതാണ് നല്ലതെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ജെൻ പോകുന്നു. അവർ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെത്തുന്നു. മൈക്ക എന്നാണ് ആ നഴ്സിൻ്റെ പേര്. അവർ വാർദ്ധക്യ സഹജമായ രോഗം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അവരോട് ജെൻ ചോദിക്കുന്നു, മാഡം, നിങ്ങൾക്ക് ഒരു നവൽ മർവാനെ അറിയാമോ? ഖഫറൈറ്റിൽ നിങ്ങൾ നഴ്സായി ജോലി ചെയ്തിരുന്നില്ലേ? അവർ ആ പേര് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. പാടുന്ന പെണ്ണെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയത്. അവർ കരങ്ങിക്കൊണ്ട് അറിയാമെന്ന് പറയുന്നു. അപ്പോൾ സിമോൺ അവരോട് ചോദിക്കുന്നു, മാഡം, അമ്മയ്ക്ക് ജയിലിൽ വെച്ച് ജനിച്ച മകനെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അപ്പോൾ അവർ പറയുന്നു, ഞാൻ ഖഫറൈറ്റിൽ ജോലി ചെയ്തിരുന്നു. പ്രസവ സമയത്ത് ഒപ്പമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയത് ഞാനായിരുന്നു. പാടുന്ന പെണ്ണ് ജയിൽ മോചിതയായപ്പോൾ കുഞ്ഞുങ്ങളെ അവർക്ക് തന്നെ തിരികെ നൽകി. അവർ വാത്സല്യപൂർവ്വം സിമോണിനും ജെന്നിനും നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറയുന്നു, നവൽ മർവാൻ ഇരട്ട കുട്ടികൾക്കാണ് ജന്മം നൽകിയത്. ഇതെല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഉത്തരമായിരുന്നു. അതായത് നവൽ മർവാൻ ജയിലിൽ വെച്ച് പ്രസവിച്ച ഇരട്ട കുട്ടികളാണ് ജെൻ മർവാനും സിമോൺ മർവാനും. അപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യം ഇനിയും ബാക്കിയാണ്. താരേഖ് എന്ന പീഡകനാണ് അവരുടെ അച്ഛൻ എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ വഹാബിന്റെ മകൻ എവിടെ? അതാണല്ലോ സഹോദരൻ. നഴ്സിന്റെ ഉത്തരം അക്ഷരാർത്ഥത്തിൽ ജെന്നിന്റെയും സിമോണിന്റെയും ഉള്ളുലച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്ന ഒരു പാലസ്തീൻ ഗ്രാമം. ഭക്ഷണം ശേഖരിച്ച് വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ. അതായത് അവർ എന്തിനൊക്കെയോ ഭയക്കുന്നുണ്ട്. ഒരു സ്ഥലമെത്തിയപ്പോൾ അവർ എന്തോ ശബ്ദം കേട്ട് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു.
വീണ്ടും മുന്നോട്ടോടുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ വെടിപൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്നൊരു പയ്യൻ മരിച്ചു വീഴുന്നു. ഏതോ ഒരു കെട്ടിടത്തിലിരിക്കുന്ന ഒരാൾ സ്നൈപ്പർ ഉപയോഗിച്ച് കുട്ടികളെ കൊല്ലുകയാണ്. അത് ഒരു കൊച്ചു പയ്യനാണ്. അവനെ കാണിക്കുമ്പോൾ അവൻ്റെ ഉപ്പൂറ്റിയിൽ നമ്മൾ ചിത്രത്തിൻ്റെ 2 സാഹചര്യങ്ങൾ കണ്ട പോലെ 3 ഡോട്ട്സ് പച്ച കുത്തിയിരിക്കുന്നത് കാണാം. ഇതാണ് സിമോണിൻ്റെയും ജെനിൻ്റെയും സഹോദരൻ. ഇപ്പോൾ മദ്ദാസും അഡ്വക്കേറ്റും ജെനും സിമോണും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ അച്ഛൻ അബു താരേഖിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുകളോ രേഖകളോ ഒന്നും തന്നെയില്ല. അത് സർവ്വസാധാരണമാണ് ഇവിടെ. കാരണം എത്രയോ വർഷമായി യുദ്ധവും കലാപവും ഒക്കെയാണല്ലോ. സോ സിസ്റ്റം അത്ര കാര്യക്ഷമമല്ല. ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവുകയുമില്ല, നാടുവിട്ടു പോയതും ആവാം. ഇനി സഹോദരൻ്റെ കാര്യം. മിസ്സിസ് നവൽ മർവാൻ്റെ ജന്മനാട് ഡെർ ഓമാണ്. കുഞ്ഞിനെ എൽഹാം എന്നു പേരുള്ള ഒരു വൈറ്റാട്ടിക്ക് നൽകി. ആ വൈറ്റാട്ടി അതിനെ ഖഫർ ഖൗട്ട് എന്ന ഒരു അനാഥാലയത്തിന് നൽകി. അത് മെയ് 1970. രേഖകളൊക്കെ കണ്ടെത്തുന്നത് നല്ല പാടുള്ള കാര്യമാണ്. കാരണം രേഖകൾ പലതും നശിച്ചു പോയിട്ടുണ്ട്, യുദ്ധമായിരുന്നല്ലോ. പക്ഷേ ഞാൻ നാഷണൽ ആർക്കൈവിൽ നിന്നുമാണ് പല രേഖകളും കണ്ടെത്തിയത്. 1970 ഡെർഹോം സ്വദേശിയായിട്ടുള്ള എൽഹാം ഒരു ആൺകുഞ്ഞിനെ അനാഥാലയത്തിൽ കൊടുത്തു. ആ മാസത്തിൽ അനാഥാലയത്തിലെത്തിയ ഒരേ ഒരു ആൺകുട്ടി. നിഹാദ് എന്ന പേരാണ് അയാൾക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ നൽകിയ പേര്. തീയതികളെല്ലാം മാച്ചിങ് ആണ്. മദ്ദാസ് പറഞ്ഞു നിർത്തി. അഡ്വക്കേറ്റ് അപ്പോൾ പറയുന്നു, അപ്പോൾ നിഹാദാണ് നിങ്ങളുടെ സഹോദരൻ. ജെനും സിമോണും കുറച്ചധികം ആശങ്കയോടെയാണ് ഇരിക്കുന്നത്. റെക്കോർഡുകളിൽ അയാളുടെ പേര് മെയ് മാസത്തിലെ നിഹാദ് എന്നാണ് എന്നുകൂടി മദ്ദാസ് പറയുന്നു. 1974 ആ അനാഥാലയം യുദ്ധത്തിൻ്റെ ഭാഗമായി തകർക്കപ്പെട്ടു. കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആരാണ് ഖഫർ ഖൗട്ട് തകർത്തത് എന്ന് നമ്മൾ കണ്ടെത്തണം. എന്നാൽ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നറിയില്ല എന്നും മദ്ദാസ് പറയുന്നു. അങ്ങനെയെങ്കിൽ അവർ 2 പേരും മരിച്ചു. നമുക്ക് ആ കത്ത് തുറക്കാം, അതോടെ എല്ലാത്തിനും ഒരു അന്ത്യമാവില്ലേ എന്ന് സിമോൺ പറയുമ്പോൾ അഡ്വക്കേറ്റ് ഷോൺ എതിർക്കുന്നു. അതിന് ഞാൻ അനുവദിക്കില്ല. നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിക്കും എന്നയാൾ കടുപ്പിച്ചു തന്നെ പറയുന്നു. ഒടുവിൽ അന്ന് ആ പ്രദേശങ്ങളിൽ യുദ്ധത്തിൽ നേതൃത്വം കൊടുത്ത ഒരു പട്ടാളക്കാരനായ വാഹ്ലാത്ത് ഷംസുദ്ദീൻ എന്നയാളെ കാണാൻ അവർ തീരുമാനമെടുക്കുന്നു. ഈ പേര് നമ്മൾ ചിത്രത്തിൻ്റെ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. അങ്ങനെ സിമോണും അഡ്വക്കേറ്റും ദരേസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ പോകുന്നു. എന്നിട്ട് അവിടുത്തെ ചേരികളിലൂടെ ഒരു ലക്ഷ്യവുമില്ലാതെ കുറേയധികം അലങ്ങി തിരിഞ്ഞ് നടക്കുന്നു. ഒടുവിൽ കൂടെയുണ്ടായിരുന്ന ടാക്സി ഡ്രൈവറിന്റെ പരിചയക്കാരനായ ഒരാളുടെ വീട്ടിൽ അവർ എത്തുന്നു. അവരോട് മെയ് മാസത്തിലെ നിഹാദ് എന്നയാളെ അറിയാമോ എന്നും പാടുന്ന പെണ്ണ് എന്നാണ് അമ്മയെ വിളിക്കാറ് എന്നും അവരെ അറിയാമോ എന്നും ഒക്കെ അവർ ചോദിക്കുകയാണ്. എന്നാൽ അവർ അറിയില്ല എന്നാണ് ഉത്തരം കൊടുക്കുന്നത്. അവർ തിരികെ ഹോട്ടലിലെത്തുന്നു. അവിടെ 2 പേർ വന്ന് അവരുടെ റൂമിൻ്റെ ഡോർ മുട്ടി വിളിക്കുന്നു. എന്നിട്ട് നിങ്ങളെ സഹായിക്കാൻ വന്നതാണ് എന്ന് അവർ സിമോണിനോട് പറയുന്നു. സിമോൺ അവരോടൊപ്പം പോകുന്നു. ഇപ്പോൾ നേരെ ഫ്ലാഷ് ബാക്ക്. ജയിൽ മോചിതയായ നവൽ മർവാനെ ഒരാൾ കാണാനെത്തുന്നു. അയാൾ നവാലിനോട് പറയുന്നു, നീ നമ്മളെ ഒരുപാട് സഹായിച്ചു, വേദന അനുഭവിച്ചു, ഇനി ഞങ്ങളുടെ ഊഴമാണ്. നീ ഈ നാട് വിട്ടു പോകണം. നിന്റെയും കുട്ടികളുടെയും നല്ല ഭാവിക്ക് അതാണ് നല്ലത്. അമേരിക്കയിൽ നമുക്ക് ഒരുപാട് പിടിപാടുണ്ട്. നിനക്ക് നല്ലൊരു ജോലിയും താമസവും ഞങ്ങൾ ഒരുക്കി തരും. ഇനി അങ്ങോട്ട് നീ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഒരാൾ നവാലിനോട് പറയുന്നു. അയാളുടെ മുഖം കാണിക്കുന്നുണ്ടായിരുന്നില്ല, എന്നാൽ അതായിരുന്നു ഷംസുദ്ദീൻ. ഇപ്പോൾ പ്രസന്റയിൽ സിമോൺ മൽവാനെ കണ്ണുകെട്ടി ഒരു സോഫയിൽ ഇരുത്തിയിരിക്കുകയാണ്. ശേഷം അവൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിരിക്കുന്നു. എന്നിട്ട് സിമോണിനോട് സംസാരിക്കുന്നു. ഹലോ സിമോൺ, ഇങ്ങനെ കൊണ്ടുവന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അത് നിന്റെയും കൂടി സുരക്ഷയെ കരുതിയാണ്. എൻ്റെ പേര് വാലറ്റ് ഷംസുദ്ദീൻ. സിമോൺ മർവാൻ പറയൂ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? നിങ്ങൾക്കെൻ്റെ അമ്മയെ അറിയാമോ എന്ന് സിമോൺ ചോദിക്കുന്നു. അവർ എനിക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട് എന്ന് ഷംസുദ്ദീൻ പറയുന്നു. നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഞാൻ ഒരാളെ അന്വേഷിക്കുകയാണ്. പേര് മെയ് മാസത്തിലെ നിഹാദ് എന്ന് സിമോൺ പറയുമ്പോൾ അയാളെ കണ്ടിട്ട് എന്തിനാണ് എന്ന് ഷംസുദ്ദീൻ ചോദിക്കുന്നു. അദ്ദേഹം എൻ്റെ സഹോദരനാണ്. അമ്മ പറഞ്ഞു അദ്ദേഹത്തെ കാണണമെന്ന്. നിഹാദ് നവൽ മർവാന്റെ മകനാണ് എന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് ഷംസുദ്ദീൻ ചോദിക്കുന്നു. അദ്ദേഹം കുറച്ചുനാൾ ഖബർ ഖൗട്ടിലെ അനാഥാലയത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ രേഖകൾ കിട്ടിയ വിവരങ്ങളെല്ലാം തമ്മിൽ മാച്ച് ആവുന്നുണ്ട് എന്ന് സിമോൺ പറയുന്നു. ഷംസുദ്ദീൻ റൂമിലുണ്ടായിരുന്ന മറ്റെല്ലാവരെയും റൂമിന് പുറത്തിറക്കി നിർത്തുന്നു. സിമോണിന്റെ കണ്ണിലെ കെട്ടഴിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് നമ്മൾ ഷംസുദ്ദീനെ കാണുന്നത്. ഷംസുദ്ദീൻ സംസാരിക്കാൻ തുടങ്ങി. ഖഫർ ഖൗട്ടിലെ ക്രിസ്ത്യൻ ഗ്രാമം ആക്രമിച്ചത് എൻ്റെ ആൾക്കാരാണ്. ഞങ്ങളുടെ അഭയാർത്ഥി സഹോദരങ്ങളോട് ചെയ്തതിനുള്ള പ്രതികാരമായിരുന്നു അത്. ഖഫർ ഖൗട്ടിൽ ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ കുട്ടികളെ ഉപദ്രവിച്ചില്ല, പകരം ഞങ്ങളോടൊപ്പം കൂട്ടി. അതിലൊരാളായിരുന്നു നിഹാദ്. ഞങ്ങൾ അവരെ പരിശീലിപ്പിച്ചു, പോരാളികളാക്കി. നിഹാദ്
ഒരു മിടുക്കനായിരുന്നു. വളരെ പെട്ടെന്ന് അവൻ മികച്ച പോരാളിയായി മാറി. എന്നാൽ അവന് അവൻ്റെ അമ്മയാര് എന്നറിയണമെന്നുണ്ടായിരുന്നു. മാസങ്ങളോളം അവൻ അതിനായി അലങ്ങി തിരിഞ്ഞു നടന്നു. അവൻ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു എന്നെനിക്ക് ശരിക്കും അറിയില്ല. ഒടുവിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട അവസ്ഥയായി. അങ്ങനെ ഒരിക്കൽ അവൻ എന്നെ കാണാൻ വന്നു. ഒരു രക്തസാക്ഷിയാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായാൽ രാജ്യത്തെ എല്ലാ മതിലിലും അവൻ്റെ ചിത്രം പതിച്ചിരിക്കുന്നത് അമ്മ കാണുമല്ലോ എന്നവൻ പ്രത്യാശിച്ചു. എന്നാൽ ഞാൻ അതിന് അവനെ അനുവദിച്ചില്ല. അവൻ ദരേസയിലേക്ക് മടങ്ങി. അവൻ്റെ അത്ര ഉന്നമുണ്ടായിരുന്ന ആരും തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്നില്ല. ഒരു യന്ത്രം പോലെ ആരെ വേണമെങ്കിലും വെടിവെക്കും. അങ്ങനെയിരിക്കെ ശത്രുക്കൾ അവിടം പിടിച്ചടക്കി. അങ്ങനെ നിഹാദും അവരുടെ പിടിയിലായി. 7 പട്ടാളക്കാരെയാണ് അവൻ ഒറ്റയ്ക്ക് കൊന്നത്. അതുകൊണ്ട് അവർ അവനെ കൊന്നില്ല. അവരോടൊപ്പം പരിശീലിപ്പിച്ചു കൂടെ കൂട്ടി. ശേഷം കഫർ റൈറ്റ് ജയിലിലേക്ക് അയച്ചു. പതിയെ സിമോന്റെ മുഖം മാറി. അവൻ ജയിലിലുണ്ടായിരുന്നോ എന്ന് അവൻ ചോദിച്ചു. അതെ എന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. ഒരു പീഡകനായിട്ട് എന്നുകൂടി ഷംസുദ്ദീൻ പറയുന്നു. എൻ്റെ അച്ഛനോടൊപ്പമാണോ എന്ന് സിമോൻ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ, അല്ല, നിന്റെ അച്ഛൻ അബൂ താരേഖിനൊപ്പം അവൻ ജോലി ചെയ്തിട്ടില്ല എന്ന് ഷംസുദ്ദീൻ പറയുന്നു. ഇപ്പോൾ ഹോട്ടൽ റൂം കാണിക്കുന്നു. ജെൻ സിമോണിൻ്റെ മുറിയിൽ വരുന്നു. എന്തുപറ്റി, നീ വല്ലാതിരിക്കുകയാണല്ലോ എന്ന് ജെൻ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഒന്നും ചേർന്നാൽ അത് 2 ആവും. ജെന്നിന് ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ വീണ്ടും പറയുന്നു, ഒന്നും ചേർന്നാൽ 2, ഒരിക്കലും 1 തന്നെ കിട്ടില്ല. ജെൻ അവൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കുന്നു. നിനക്ക് നല്ല പനിയുണ്ടല്ലോ എന്ന് അവൾ പറയുമ്പോൾ വല്ലാതെ തകർന്ന മുഖത്തോടെ വീണ്ടും അവൻ അവൻ്റെ സഹോദരിയുടെ മുഖത്ത് നോക്കി ഒന്നും ചേർന്നാൽ 1 തന്നെ കിട്ടുമോ എന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജെൻ ഭയങ്കരമായി ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക്. കാനഡയിൽ വെച്ച് നവാൽ മർവാനും ജെന്നും നേരത്തെ നമ്മൾ കണ്ട ആ സ്വിമ്മിംഗ് പൂളിലെത്തുന്നു. എന്നിട്ട് നവാൽ മർവാൻ പൂളിലിറങ്ങി നീന്തുകയാണ്. നീന്തി അവർ പൂളിൻ്റെ ഒരു ഭാഗത്തെത്തി റെസ്റ്റ് എടുക്കുമ്പോൾ അവർ ഒരാളുടെ കാൽപാദം ശ്രദ്ധിക്കുകയാണ്. ആ കാലിലെ ഉപ്പൂറ്റിയിൽ 3 ഡോട്ട്സ് പച്ചക്കുത്തിയിരിക്കുന്നതായി അവൾ കാണുന്നു. അതായത് ഒരു കാലത്ത് യുദ്ധക്കെടുതിയിലൂടെ അവൾ തേടി നടന്ന അവളുടെ മകനെ അവൾ കണ്ടെത്തിയിരിക്കുന്നു. അവർ പെട്ടെന്ന് ഷോക്കായി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പതിയെ അവർ പൂളിൽ നിന്നും കയറി ആ യുവാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എല്ലാം അവരുടെ മുഖത്തുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമോ മാഡം എന്ന് മറ്റൊരാൾ ചോദിക്കുമ്പോൾ ആ യുവാവും തിരിഞ്ഞു നോക്കുന്നു. അത് അബൂ താരേഖ് ആയിരുന്നു. അതായത് കഫർ റയറ്റ് ജയിലിൽ വച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചതും തൻ്റെ 2 മക്കളുടെ അച്ഛനും താൻ ഏറെക്കാലം അന്വേഷിച്ച് നടന്ന തൻ്റെ സ്വന്തം മകനാണെന്ന് അറിയുമ്പോഴുള്ള ആ അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ തകർന്ന് ഇല്ലാതായി പോകുന്നു. ഒന്ന് നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യം പോലും ക്ഷയിച്ചു പോയതായി അവർക്ക് തോന്നി. അവർ അവിടെ നിന്നും നേരെ പോയി ഒരു ഒഴിഞ്ഞ കസേരയിലിരുന്നു. ചിത്രം തുടങ്ങുമ്പോൾ നവാൽ മർവാനെ കാണിക്കുന്നത് ഇവിടെ നിന്നുമാണ് അവർ അസുഖബാധിതയായി ആശുപത്രിയിലാവുന്നതും അഡ്വക്കേറ്റ് ഷോണിൻ്റെ സഹായത്തോടെ വിൽപത്രം തയ്യാറാക്കിയ ശേഷം അവർ മരണത്തിന് കീഴടങ്ങുന്നതും. അത്രത്തോളം ആഘാതമായിരുന്നു അവർക്ക് ആ സംഭവത്തിൽ നിന്നും അവരുടെ മനസ്സിനും ശരീരത്തിലുമേറ്റത്. പ്രസന്റ് ഡേയിൽ ജെൻ സിമോണിൻ്റെ തോളിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ്. അതായത് സിമോൺ പറഞ്ഞത് 1 1 എന്നതിൻ്റെ അർത്ഥം അച്ഛനും മകനുമായി നവൽ മർവാൻ എഴുതിയിരുന്ന ലെറ്റേഴ്സ് ഒരാൾക്ക് തന്നെ കൊടുക്കണം എന്നതായിരുന്നു. ഇപ്പോൾ ഷംസുദ്ദീൻ സിമോനോട് പറഞ്ഞതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. കഫർ റൈറ്റിൽ ഒരു പീഡകനായ ശേഷം അവൻ പേരുമാറ്റി. അവൻ അങ്ങനെ അബൂ താരേഖായി. മെയ് മാസത്തിലെ നിഹാദാണ് അബൂ താരേഖ്. അവനൊരു പുതിയ വ്യക്തിയായി കാനഡയിൽ ജീവിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. നിഹാദ് ഹർമാനി. ഇപ്പോൾ നിഹാദിനെ അഥവാ അബൂ താരേഖിനെ കാണിക്കുകയാണ്. അവൻ ഒരു ക്ലീനിങ് സ്റ്റാഫായി ജോലി ചെയ്യുകയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ജെനും സിമോണും അയാളെ വിളിക്കുന്നു. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. സിമോൺ ഒരു എൻവലപ്പ് അവന് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നു. കുറച്ചുനേരം അവർ തമ്മിൽ അങ്ങനെ നോക്കി നിന്ന ശേഷം പോകുന്നു. വീട്ടിലെത്തിയ നിഹാദ് എൻവലപ്പ് തുറന്നു നോക്കുന്നു. അതിൽ 2 എൻവലപ്പുകൾ ഉണ്ടായിരുന്നു. ഒന്നിൽ അച്ഛനുള്ള എഴുത്ത് എന്ന് എഴുതിയിരുന്നു. അതവൻ പൊട്ടിച്ച് വായിക്കുന്നു. ആ കത്ത് ഇങ്ങനെയായിരുന്നു: ഇതെഴുതുമ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പക്ഷേ നിനക്കെന്നെ മനസ്സിലായില്ല. അതിഭീകരമാം വിധം ഗംഭീരം അല്ലേ? ഞാൻ നിന്റെ നമ്പർ 72 ആണ്. ഈ കത്തുകൾ കൊണ്ടുവന്നത് നമ്മുടെ മക്കളാണ്. നിനക്കവരെ തിരിച്ചറിയാനാകില്ല. അവർ അത്രയ്ക്ക് സുന്ദരമാണ്. പക്ഷേ അവർക്ക് നിന്നെ അറിയാം. അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് ഇറങ്ങി നോക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവർ പോയിരുന്നു. അവൾ തുടർന്ന് വായിക്കുന്നു: നീ ജീവനോടെ ഉണ്ടെന്നാണ്
അവരിലൂടെ ഞാൻ നിന്നോട് പറയുന്നത്. നീ പെട്ടെന്ന് നിശബ്ദനാകും, എനിക്കറിയാം. കാരണം സത്യത്തിനു മുന്നിൽ എല്ലാവരും നിശബ്ദരാണല്ലോ. ഒപ്പ് 72 നമ്പർ വേശ്യ. അവൻ അടുത്ത എൻവലപ്പ് എടുത്ത് വായിക്കുന്നു. അത് മകനുള്ള കത്തായിരുന്നു. അതിങ്ങനെയായിരുന്നു: എൻ്റെ മകനോടാണ് ഞാൻ സംസാരിക്കുന്നത്, പീഡകനോടല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്നും നിന്നെ സ്നേഹിക്കും. ജനിച്ചപ്പോൾ തന്നെ നിനക്ക് തന്ന വാക്കാണത് മോനെ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെയും തേടി അലഞ്ഞു. അവസാനം കണ്ടെത്തി. നീ എന്നെ തിരിച്ചറിഞ്ഞില്ല. നിന്റെ വലത് കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഒരു ചിഹ്നം പച്ച കുത്തിയിട്ടുണ്ട്. ഞാൻ അത് കണ്ട് തിരിച്ചറിഞ്ഞു. നീ സുന്ദരനാണ്. എല്ലാ സ്നേഹത്തോടെയും നിന്നെ ഞാൻ മാറോട് ചേർക്കുന്നു. സമാധാനമായിരിക്കൂ. കാരണം കൂടിച്ചേരുന്നതിൻ്റെ അത്ര മനോഹരമായ മറ്റൊന്ന് ഈ ലോകത്തില്ല. സ്നേഹത്തിൽ നിന്നാണ് നീ ജനിച്ചത്. അപ്പോൾ നിന്റെ സഹോദരങ്ങളുടെ ജനനവും അങ്ങനെ തന്നെ. കാരണം കൂടിച്ചേരുന്നതിൻ്റെ അത്ര മനോഹരമായ മറ്റൊന്ന് ഈ ലോകത്തില്ല എന്ന് നിന്റെ അമ്മ നവൽ മർവാൻ. 72 നമ്പർ ജയിൽ പുള്ളി. 2 കത്തും വായിച്ചു തീർന്നതോടെ നിഹാൽ തകർന്നുപോയി. ഒരുപക്ഷെ ഭൂമി പിളർന്ന് ഉള്ളിലേക്ക് പോയെങ്കിലെന്നാവും ഇപ്പോൾ അവൻ്റെ മനസ്സ് ചിന്തിക്കുന്നുണ്ടാവുക. ഒരു കാലത്ത് അമ്മയെ തേടി നടന്ന ബാല്യം, അമ്മ അവൻ്റെ മുഖമെങ്കിലും കാണാൻ രക്തസാക്ഷിയാവാൻ കൊതിച്ച മകൻ, ഒടുവിൽ അവൻ അറിയാതെയാണെങ്കിലും ചെയ്ത കൊടും പാതകം ഒരമ്മയെ സ്നേഹിക്കുന്ന ഏതൊരു മകനും താങ്ങാൻ സാധിക്കുന്നതിനും അപ്പുറമായിരിക്കുമല്ലോ. അങ്ങനെ ആ 2 കത്തും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതുപോലെ ജെനിനും സിമോണിനുമുള്ള കത്ത് ഷോൺ അവർക്ക് കൈമാറുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു: എൻ്റെ മക്കളെ, സത്യത്തിൽ എവിടെ നിന്നാണ് നിങ്ങളുടെ കഥ തുടങ്ങുന്നത്? ജനനം മുതലോ? അങ്ങനെയെങ്കിൽ അത് ഭയാനകമായിരുന്നു. അതോ നിങ്ങളുടെ അച്ഛൻ ജനിച്ചപ്പോൾ മുതലാണോ? എങ്കിൽ അതൊരു അനശ്വര പ്രണയകഥയായിരുന്നു. എങ്ങനെയായാലും നിങ്ങളുടെ കഥ തുടങ്ങുന്നത് വിദ്വേഷത്തിൻ്റെ ചങ്ങലകൾ ഭേദിക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്നുമാണ്. നിങ്ങളോട് നന്ദിയുണ്ട്. അവസാനം ആ വാഗ്ദാനം ഞാൻ പാലിച്ചിരിക്കുന്നു. ചങ്ങലകൾ തകർക്കപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ നിങ്ങളെ വാരിയെടുത്ത് ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു താരാട്ട് പാടിത്തരാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. കാരണം കൂടിച്ചേരുന്നതിൻ്റെ അത്ര മനോഹരമായ മറ്റൊന്ന് ഈ ലോകത്തില്ല. സ്നേഹത്തോടെ നിങ്ങളുടെ അമ്മ നവാൽ. ഒടുവിൽ നവാൽ മർവാന്റെ കല്ലറയിൽ പേരെഴുതിയ മുദ്രകല്ല് സ്ഥാപിക്കപ്പെട്ടു. അവിടെ അവരുടെ മൂത്ത മകൻ നിഹാൽ അഥവാ അബു താരിഖ് വന്നു നിൽക്കുന്നുണ്ട്. അവിടെ ചിത്രം അവസാനിക്കുന്നു. ചിത്രത്തെപ്പറ്റിയും നമ്മുടെ അവതരണത്തെ പറ്റിയുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. മൂവീസ് വേൾഡ്. ബൈ.